സംസ്കൃതം കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന വളരെ പോയറ്റിക് ആയിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിരുന്ന മാഡം പിന്നീട് ഒരു 20 വർഷത്തെ കാലത്തെ ബ്രേക്കിന് ശേഷം വന്നപ്പോൾ നാടൻ പാട്ടിനെ ബേസ് ചെയ്തിട്ടും നാടൻ ശീലുകൾക്ക് ഒപ്പിച്ച രീതിയിലും ഗസൽ ശീലുകൾക്ക് ഒത്ത രീതിയിലുമുള്ള ലിറിക്സാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു മാറ്റം അത് അറിഞ്ഞോ അറിയാതെയോ അതോ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഇങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാം എന്നുള്ളത്, അതോ അതൊരു കാലത്തിന്റെ ഒഴുക്കിൽ സംഭവിച്ചു പോയ ഒരു മാറ്റമാണോ? അല്ല, അങ്ങനെയല്ല. ഈ 20 വർഷം ഒന്നും എഴുതാതിരുന്നു എന്ന് പറഞ്ഞപ്പോഴും വായന എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് സ്വന്തമായ ഒരു ലൈബ്രറിയും കൂടി ഉള്ള കൂട്ടത്തിലാണ്. അപ്പം എനിക്ക് വായന ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഈ നാടൻ പാട്ടുകൾ ക്രേസാണ്. അന്ന് എനിക്ക് പണ്ട് മുതലേ ക്രേസ്. ഞാൻ പറഞ്ഞില്ല, അവിടെ വളർന്ന സാഹചര്യത്തിൽ പുള്ളുവൻ പാട്ടും നാടൻ പാട്ടുകളും ഫോക്ക് സോങ്സും ഒക്കെ കേട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 വർഷം ഭരതനാട്യം പഠിച്ചു. കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നിർത്തേണ്ടി വന്നു. ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് നിർത്തേണ്ടി വന്നു. നാടൻ പാട്ടുകളുടെ ഒരു ആൽബം ഇറക്കണം എന്ന് പറഞ്ഞിട്ടൊരു NRI ആൾക്കാർ വന്നപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഒരുപാട് അതിനുവേണ്ടി എനിക്ക് സെർച്ച് ചെയ്യേണ്ടി വന്നില്ല. ഒരു വിഷമവും ഇല്ലാതെ 2 ദിവസം കൊണ്ട് 9 പാട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി. നെടുവാലി കോഞ്ചിക്കോ എന്നുള്ളൊരു വേർഡൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ റെയർ ആയിട്ടുള്ള വേർഡ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഒരു ഫ്യൂഷനാണ്. അനൂപ് മേനോനാണ് അതിന് പേരിട്ടത്, സ്ട്രോബെറി തെയ്യെന്ന്. വാസ്തവത്തിലൊക്കെ ശരത്താണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അത് ഈ ഫ്യൂഷനാണ്, രണ്ടും കൂടെ കൂടി. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ എഴുതാൻ കഴിഞ്ഞു. അത് ഈ 20 വർഷം ഞാനത് അതിൻ്റെ പുറകെ പോയത് കൊണ്ടാണ്. പിന്നെ മാപ്പിളപ്പാട്ട് 14 രാവിലെ മാപ്പിളപ്പാട്ട് 2 എപ്പിസോഡിൽ എഴുതിയിട്ടുണ്ട്. ഉമ്പായിക്കരോട് ചേർന്ന് ഗസലുകൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ജെറസിന് ഞാൻ 2 കാസറ്റ് അത് ഇറങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, നിത്യസഹായ മാതാവേ, ആ പാട്ട് വളരെ ഇപ്പോഴും ലൈവാണത്. എനിക്ക് കുറച്ച് നാളെയുള്ളൂ ഞാനത് അറിഞ്ഞിട്ട്. ഇപ്പോഴും ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണത്. നിത്യസഹായ ആശ്രിതർക്ക് ആശ്വാസമേക്കണമേ എന്നുള്ള ഒരു പാട്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും എന്നാലും ഓൾമോസ്റ്റ് കുറച്ചൊക്കെ മേഖലകളിൽ കൈവയ്ക്കാൻ പറ്റി എന്നുള്ളതൊരു ഭാഗ്യം. അതെനിക്ക് ഈ വായന കൊണ്ട് കിട്ടിയതാണ്. അപ്പം അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ പറയുമ്പോൾ തന്നെ പറയുന്ന രീതിയിൽ എഴുതി കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ഒരു പാട്ട് എഴുതി തരണം എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഏകദേശം എത്ര കാലയളവിലായിരിക്കും അത് എഴുതി കൊടുക്കണം എന്നൊക്കെ പറയാറുള്ളത്? കാലത്തെ ട്യൂൺ അയച്ചു തന്നിട്ട് 3 മണിക്കൂർ കിട്ടണം എന്ന് പറയുന്ന ഒരുപാട് പ്രാവശ്യം എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 മണിക്കൂർ അയച്ചു തന്നേക്കണേ, എല്ലാവരും വന്നിട്ടുണ്ട്, മറ്റന്നാൾ റെക്കോർഡിങ് അല്ലെങ്കിൽ ട്രാക്ക് എടുക്കേണ്ടതാണ് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ട്. സ്പോട്ടിൽ വിളിച്ചിരുത്തി എഴുതിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഒന്നും മനസ്സിലുണ്ടാവില്ല, ശൂന്യമായി പോകും. അതെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അത് എഴുതാൻ പറ്റില്ല അല്ലേ ചിലപ്പോൾ ചില സന്ദർഭങ്ങളില്. പക്ഷെ നല്ലൊരു മൂഡിലാണ് നമുക്ക് ആ സന്ദർഭത്തിനകത്ത് ഇരുന്നാൽ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എഴുതാം, അതല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ എടുക്കാം. അതാ അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏകാന്തത വേണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. എൻ്റെ വീട്ടിലെ സോഫയുടെ ഒരു മൂലയ്ക്ക് ചാഞ്ഞിരുന്നാണ് ഞാൻ എഴുതല്. ഏകാന്തത വേണം. അവിടെ TV വർക്ക് ചെയ്താലും കുഴപ്പമില്ല, ആരും ഒച്ചെടുത്താലും ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയിരുന്ന് എഴുതും. ഏകാന്തമായിട്ട് മുറി വേണം, ആരും ഒച്ചെടുക്കാൻ പാടില്ല, അത്തരം പ്രശ്നങ്ങളൊന്നും ദൈവം അനുഗ്രഹിച്ചിട്ടില്ല. നമ്മൾ 100-ൽ താഴെ മാത്രമേ ലിറിസിസ്റ്റുകൾ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത്ര തന്നെ പോലും മ്യൂസിക് കമ്പോസേഴ്സ് നമുക്ക് മലയാളത്തിലില്ല എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷമാണ് സയനോര ഒരു പടത്തിന് മ്യൂസിക് കമ്പോസർ ആയിട്ടുള്ളത്. സിതാര ചേച്ചി ചെയ്യുന്നുണ്ട്. സിതാര ചെയ്യുന്നു, ചാരു ചെയ്തിട്ടുണ്ട്, ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂസിക് ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങിയിട്ടില്ല. താല്പര്യമുണ്ട്, ഉറപ്പായിട്ടും ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമുക്കിപ്പം മ്യൂസിക് കമ്പോസർ എന്നുള്ള നിലയിലേക്ക് ഇപ്പോഴും സ്ത്രീകൾ എത്തിപ്പെടാനായിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നത് എന്തായിരിക്കും? വളരെയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഫാക്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എൻ്റെ വലിയൊരു ഭാഗ്യം എന്ന് വേണം പറയാൻ. ഞാൻ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ്. ഓഫ് കോഴ്സ് അച്ഛനും അമ്മയും എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് തൊട്ടേ എനിക്ക് ആഗ്രഹമുണ്ട്, ചെയ്യാറും ഉണ്ടായിരുന്നു ചെറുതിൽ. അപ്പോൾ M ജയചന്ദ്രൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു 2 വർഷം. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞപ്പോഴത്തേക്കും സാർ ആദ്യം ഇങ്ങനെ പറ്റുമോ ചാരുവിന് വിളിച്ചാൽ ഇങ്ങനെ വരാനോ കമ്പോസിങ്ങിന് ഇരിക്കാനോ, കാരണം കമ്പോസിങ്ങിൻ്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ വേറെ തന്നെയാണ്. എന്താ പറയുക, വെള്ളമടിയും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീയെ ഇരുത്തുക അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ സംസാരിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുമോ, അവരുടെ ഫ്രീഡം കുറയുമോ, നമുക്ക് അത് ഹേർട്ടാവുമോ എന്നുള്ള ഒരു എന്താ പറയുക ഒരു സംശയം അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും കമ്പോസിങ് ഞാൻ സാറ് സ്റ്റുഡിയോയിൽ വെച്ചിരുന്ന് ചെയ്യുന്ന പല കമ്പോസിങ്ങും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് സാറിന് 2 വർഷം. വളരെ വളരെ നന്ദിയോടുകൂടി ഓർക്കേണ്ട ഒരു ഫാക്ടറാണ് സാർ അങ്ങനെ ഉൾപ്പെടുത്തി എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഉൾപ്പെടുത്തലുകൾ വരാറില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് ഫാക്ടറായിട്ട് പറയാൻ. ഇപ്പം അതിൻ്റെ ആവശ്യം കുറവാണ്. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് നമുക്ക് എന്താ പറയുക നല്ലൊരു കമ്പ്യൂട്ടറും നല്ലൊരു
സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പ്രോഗ്രാമിംഗ് ചെയ്ത് വർക്ക് ഇറക്കാനുള്ള ഒരു സ്കോപ്പ് ഇപ്പോഴായി. ഇപ്പോൾ ഡയറക്ടേഴ്സും ആൾക്കാരും ചോദിക്കുന്നത് തന്നെ പലപ്പോഴും ഓൺലൈനായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് കമ്പോസ് ചെയ്ത് ട്രാക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. പണ്ട് അങ്ങനെയല്ല. ആൻഡ് അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ടൊരു ഓപ്പൺനെസ് വന്നിട്ടില്ല. ഇപ്പോൾ രാത്രി ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഒരു പ്രശ്നമില്ല. ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും മുറി അടച്ചിരുന്ന് രാത്രി ഫുൾ ടൈം ഇരുന്ന് കമ്പോസ് ചെയ്ത് രാത്രി ഒരു രാവിലെ 3 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ദേ വിൽ നെവർ ആസ്ക് എനിത്തിങ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്പൺനെസ്, ഇവരെന്താ ഈ ചെയ്യുന്നത്, ഇതെന്തോ ഈ രാത്രി ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു നാരോ മൈൻഡഡ്നെസ് ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സംശയം, ട്രസ്റ്റ് ഇല്ലായ്മ, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരു പക്ഷേ IT സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് എടുത്താൽ കുറച്ചധികം പേര് ഇത് ചോദിച്ചു എന്ന് വരില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ക്രിയേറ്റിവിറ്റി ഓർ വെൻ ഇറ്റ് കംസ് ടു ആർട്ട് ഫോംസ് ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ് തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എന്ത് പറയുന്നു ഇല്ലയോ എന്നുള്ളത് വലുതായിട്ട് ഇവർ മനസ്സിലെടുക്കാറില്ല. ഞങ്ങളുടെ പാഷന് ഒത്തിരി തന്നെ പാടാൻ പോകുമ്പോഴും എല്ലാം പ്രോഗ്രാംസ് എല്ലാം രാത്രിയാണ്, റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിതിന്റെ നേച്ചർ എന്താന്നുള്ളത് അറിയാം. നമുക്ക് ആ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ടൈം ഒരു ഫാക്ടറി ആവാൻ പാടില്ല. അങ്ങനെ ആയതുകൊണ്ട് നമുക്കിതിന്റെ നേച്ചർ അറിയാം.